നല്ല മധുരം കൂട്ടി ഒരു ചായ എടുത്തോ. എനിക്ക് ജോയിൻ കഴിച്ചു വരുമ്പോ ഷുഗർ തരും. അതാ റെഡിയായിരുന്നു. ഡിസ്പോസിബിളിലാണല്ലോ. എടാ യോസൂട്ടി, എന്തായാലും കൊറോണ വന്നോണ്ട് ഇവിടെ എല്ലാരും ഡിസ്പോസിബിൾ സാനിറ്റൈസർ ഉപയോഗിച്ചു തുടങ്ങി. സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് പണ്ടേ ശീലമാണ്. ഗുഡ് മോർണിംഗ്. അച്ഛോ ഗുഡ് മോർണിംഗ്. വാച്ച് നോക്കണ്ട വെക്കച്ച 5 മിനിറ്റ് ലേറ്റ്. ജോസൂട്ടി തടി കൂടാതെ നോക്കണം. എന്റെ ഒപ്പം നടക്കാൻ വാ. ബെസ്റ്റ്. അതിന് ഇവൻ ഈ ജീപ്പ് ഇറങ്ങിയിട്ട് സമയം കിട്ടണ്ട അച്ഛാ. എടാ പക്ഷേ ഈ ബാൻഡ് സെറ്റുകാരിപ്പോ കാണാനില്ലല്ലോ. ഇപ്പൊ പ്രാക്ടീസ് ഒന്നുമില്ലേ? അവന്മാർക്ക് പെയിന്റിംഗ് പണി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിലല്ലേ റിഹേഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സീസൺ അല്ലേ? ഈ പ്രാക്ടീസിന് സീസൺ? അയ്യോ പ്രാക്ടീസ് അല്ല, ഈ പെയിന്റിങ്ങിന് കാലാവസ്ഥ അനുസരിച്ച് ഞാൻ ടിവിയിൽ കാണാറുണ്ട് പരസ്യത്തില്. എടാ നമ്മുടെ ഷാജി അവിടെ പോയി. അവനോട്ടും പോയി. അവനെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം. അപ്പൊ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. നമ്മുടെ കുരിശുപള്ളിയുടെ പിരിവിന്റെ കാര്യത്തെ എന്റെ അച്ഛൻ ഞാൻ തരാം. അച്ഛൻ പോ. അത് മതി അത് മതി. ഈ സോണിയച്ചിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു ശരിയാ. ആദ്യം ചിരിക്കും പിന്നെ പിരിക്കും. കുടംപുളി ഉണ്ടോടാ? പിന്നെ അരെ കുടംപുളിക്കാൻ ഇറങ്ങിയില്ലേ? അയ്യാ 1/4 കിലോ കുടംപുളി. കുടംപുളി. എടാ ആര് കളർ ചേർത്താണോടാ? ഒന്ന് പോവാ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചുമ്മാ ചോദിച്ചാടാ പോയി. ജോസൂട്ടി ഇതൊന്ന് കുറിച്ചേരെ. ശരി സാറേ. കുറിച്ചേക്കാനോ? ഇതൊന്നും തിരിച്ചു കിട്ടുവോടാ? അപ്പന്റെ കാലം തൊട്ടുള്ള കച്ചവടം. പെൻഷൻ തീയതി എന്റെ ചന്തയിൽ പോക്കും. അത് ഈപ്പച്ചൻ സാറിന് തെറ്റേയല്ല. എന്റെ ഓർമ്മയില് ഈ ജംഗ്ഷനിൽ ആദ്യത്തെ പലർക്കിടെ കൊച്ചേക്കോച്ചേട്ടന്റെ ഈ കട. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞോണ്ട് നിന്നെ പിടിച്ച് കടയിൽ നിർത്തി. അതുകൊണ്ട് തന്നെ നിന്റെ പഠിപ്പും പോയി. എടാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പടിഞ്ഞാറ പറമ്പിലുള്ള ബോർഡ് വെച്ചതല്ലാതെ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ മുട്ടിനെ കോർപ്പറേറ്റുകൾ സൂപ്പർ മാർക്കറ്റ് നടത്തി തകർക്കുക. ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, ഈ കടയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടേ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങേ. പട കേരളത്തിൽ മാറാത്ത ഒന്നേ ഉള്ളൂ ഈ ഓൾറെഡി ശബ്ദം. സാറേ നല്ല നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചയാണോടാ? പടക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പിടിച്ചപ്പോഴായിരിക്കും. ഇത് വലുതാണല്ലോ. ഒന്ന് നോക്കിയേ. എത്രയുണ്ട്? 6200 ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, തലകൂട്ടി പകുതി കെട്ടിയതേ വീട്ടിൽ കൊടുത്തേ കേട്ടോ. ജോസൂട്ടി നല്ല നെയ്യുള്ള മത്തിയുണ്ട്. ഒരു 1.5 കിലോ വീട്ടിൽ കൊടുത്തേക്കട്ടെ. മുട്ടയുള്ളതാണോ? പിന്നല്ലാതെ. പിള്ളേർക്ക് മത്തിയ ഇഷ്ടം. വറുത്തു കൊടുത്ത ചോറുണ്ടോ? മത്തി ബെസ്റ്റ് അല്ലേ? ഒമേഗ 3 അത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ്. സാലറിയും പേഷ്യന്റ് സ്റ്റേറ്റ്സിന് എന്ത് ഡിമാൻഡ് ആണെന്നറിയോ? ഒരു ചെറിയ ടിന്നിന് $10 $5. ഇവിടെ ഇപ്പൊ 250 രൂപയ്ക്ക് 2 കിലോ മത്തി. ലാഭമല്ലേ? എനിക്കെന്നറിയില്ല ഇതിന്റെ ഉളുമ്പ് ഹോറിബിൾ, സഹിക്കാൻ പറ്റില്ല. സുമാര വീട്ടിൽ കൊടുത്തേക്കണം. ഭയ്യാ കൊടംപുളി. ഇതുപോലെ വേസ്റ്റ് വല്ല ഇവിടെ. എടാ ഇവിടെ വേസ്റ്റ് വീട് വെക്കാൻ മതി. അതൊക്കെ സ്റ്റേറ്റ്സിലെ വേസ്റ്റ് മാനേജ്മെന്റ്. നാളെ കാണാ. ഇപ്പൊ ഇടിച്ചതിലൂടെ പോയോ? ഓട്ടം പോലും തരികയില്ല. അതിന് വിളി ഓടാ ഇറങ്ങിയല്ലേ കളഞ്ഞു. ഇത് ഞങ്ങളെടുത്ത പുതിയ റീലാ. നന്നായിട്ടുണ്ട്. കൊള്ളാം. കണ്ടോ? 5K വ്യൂസ് ഉണ്ട്. നോക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെയുണ്ടായിട്ടുണ്ട്. സോങ്സ് ഒക്കെ ആരാടി സെലക്ട് ചെയ്യാറുള്ളേ? കൊച്ചിനെ എന്നാ വിളിച്ചത്? കൊച്ചേ ഞാൻ ഗേറ്റിന് വെളിയിലുണ്ട്. ചേട്ടത്തി പാസ്വേഡ് ഇപ്പൊ തുറക്കാറേ. ഇനി അങ്ങനെ ചാട്ടം കഴിഞ്ഞിട്ട് വരണമായിരിക്കും. ഓടിക്കതച്ച് വരുന്നുണ്ട്. ഈ ഗേറ്റ് എന്നെങ്കിലും ഒന്ന് തുറന്നിടുവോ ഈ മനുഷ്യൻ?
വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ കയറ്റി ഞാൻ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ. അവളെ വിളിക്കാൻ പറ്റുന്ന എടുത്തി. ആ കൊച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. അത് ഏതാണ്ടൊക്കെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവുന്നില്ല. അവള് പാസ്വേഡ് മറന്നു കാണും. ദൈവമേ. നീ ചേർത്തി എന്നും പുറത്ത് നിർത്തിയല്ലേ? സാറല്ലേ എടുത്തി, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. എന്നാ കുടംപുളി ചുമ്മാ മറക്ക്. അയ്യോ, ഞാൻ ഹീറ്റർ ഓൺ ചെയ്തില്ല. നല്ല പുടപുടക്കുന്ന മീൻ, നല്ല മീൻ, നെയ്മീൻ, കരിമീൻ. എന്നാണ്ട് ചേട്ടത്തി സുഖാണോ? പിന്നെ ഭയങ്കര സുഖമല്ലേ? നീ ഇങ്ങോട്ട് താ. ഇതാ പിടിച്ചോ. രാശ വണ്ടി എടുക്കടാ. മത്തി, അയില, പൊട്ടപ്പൊട്ടക്കുന്ന കരിമീൻ, നെയ്മീൻ. 1500 റുപ്പീസാ നെന്മീന്. മട്ടൺ ഇല്ലേ ഈ വില? ചെറുതി കുടംപുളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. പച്ചക്കുരുമുള അരച്ച് വറുത്ത സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ചേർത്ത് വെച്ച ബിറ്റ്മോളിയില്ലേ, ദാറ്റ് വാസ് അമേസിംഗ്. കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ശരി, ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ, ടപ്പിയൊക്കെ മീൻ കറി കൂടെ സൂപ്പർ ആയിരിക്കും. അനിമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നീട് ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോ കേട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനപ്പൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോ മുഴുവൻ പോത്തുപാടും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മീനോട് ഇത്ര പ്രിയം? കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ചു ഇപ്പൊ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നേ. കൊളസ്ട്രോൾ 300, ആൻജിയോഗ്രാം വരെ ചെയ്യേണ്ടി വന്നു. നീ മാസിക കഴിച്ചോണ്ടിരിക്കുവാണോ? മാസിക വായിക്കുന്നത് കേട്ടോ. ചേട്ടത്തിയുടെ മീൻകറി അടിപൊളിയാ. അതിന് ഉപ്പും മുളകൊന്നും പിടിക്കാൻ സമയമായിട്ടില്ലല്ലോ. നന്നായി പിടിച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? എടാ, വന്നിച്ചിട്ട് കപ്പയും മീനും കഴിച്ചു പോ. ചേട്ടത്തെ സ്നേഹത്തോടെ ഉണ്ടാക്കിയല്ലേ. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഇതിന്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവോ? കണ്ടില്ല എഴുന്നേറ്റ് വരുന്ന സമയം, മണി ഉച്ചയായി. ഫിഷ് ഫ്രൈ ഒന്ന് തരാവോ? താങ്ക്സ്. പപ്പ ഫിഷ് ഫ്രൈ വേണ്ട, ഓട്സ് കഴിക്ക്. ഒരു ക്യാരറ്റ് എടുത്തോട്ടെ. എന്നാണത്? ബർഗറാ ടൗണിൽ പുതിയ TFC തുടങ്ങി, അവിടുന്ന്. കേട്ടില്ലേ, ബർഗർ. നീയൊക്കെ അല്ല വേറെ വല്ലതും ഇത് കഴിക്കുവോ? എടി 2 റൊട്ടിക്കകത്തോട്ട് ചിക്കൻ പീസ് വെക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഈ സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് തിരിക്കും. അത് മേടിച്ച് കഴിക്കാൻ ഇവനെ പോലുള്ള പൊട്ടന്മാരും സായിപ്പ്മാരുടെ ഒരു ബുദ്ധിയേ. സായിപ്പന്മാരുടെ ഇപ്പൊ ഒരു പുച്ഛം. അത് നമ്മുടെ ഈ നാടൻ ഫുഡ് തന്നെയാ ബെസ്റ്റ്. അതുകൊണ്ട് എൻ്റെ ഓട്സ്, അവരുടെ ഓട്സ് ബെസ്റ്റാ. പരിശുദ്ധാത്മാവായ സർവേശ്വര. ആഹാ, നല്ല ഒന്നാം തരം പൂവൻ 300 രൂപ. പൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവൻ 400. നാടനൊന്നുമല്ല, അത് ഇരാന. 400 ഒരു തരം. 400 2 തരം. 500 രൂപ. ജെയിംസ് 500 പോരട്ടെ. 600 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 600. പോരട്ടെ. നല്ല കൂവി തെളിഞ്ഞ നല്ല നാടൻ പൂവനാണ്. ലേലം വിളിക്കുന്നില്ലേ? എനിക്ക് കോഴി വേണ്ട. നല്ല നാടൻ പൂവന. എന്റെ വക്കച്ചോ ഒന്ന് കയറ്റി പിടിക്കേ. വേണ്ട ചോ, നാടൻ കോഴിയല്ലേ, കൊളസ്ട്രോളാ. പച്ചക്കറി തുടങ്ങട്ടെ, അപ്പൊ വിളിക്കാം. വക്കച്ചന് വേണ്ടാത്ത കോഴി 600. 700. 700. ജെയിംസ് 700. ഒരു തരം. 800 രൂപ. മറ്റത്തിൽ ഔസേപ്പച്ചൻ 800. മറ്റത്തിൽ ഔസേപ്പേട്ടൻ 800. 1000. ജെയിംസ് 1000 പിടിച്ചേക്കുന്നു. 1000 ഒരു തരം. 1100 രൂപ. 1100 ഒരു തരം. 2 തരം, 3 തരം. ഇത്തവണ ലേലത്തിന്റെ ഹൈലൈറ്റ് പുളിക്കൽ ജോർജ് കുട്ടിച്ചായന്റെ ആട്ടിൻകുട്ടി 4000 രൂപ. നല്ല നാടൻ പ്ലാവില കൊടുത്തു വളർത്തിയ നാടൻ ആട്ടിൻകുട്ടി 4000 രൂപ. എന്റെ വക ഒരു 5000. പടിഞ്ഞാറപ്പറമ്പിൽ ജോസൂട്ടിയെ 5000 രൂപ. 6000. കുരിശിങ്കൽ ടോണി 6000. 7000.
എടാ ജോസൂട്ടിടാ നീ കൂനറിഞ്ഞ് നിവര് കേട്ടോ. അച്ചായന് വേണോ? എനിക്ക് വേണ്ട, ആടല്ലേ അത് കൊളസ്ട്രോളാ. 8000. ദേ ടോണിച്ചൻ 8000. എന്നാ ജോസൂട്ടി 9000. അതെ അച്ചോ വല്ല പച്ചക്കറി വിളിക്കുന്നുണ്ടോ? വിളിക്കേ ഇല്ല, ഞാൻ പാട്ടിന് പോകും. മണിക്കൂർ 3. എന്റെ പൊന്നു ഒക്കെ ലേലം ഉറപ്പിച്ചു. ജോസൂട്ടി 10000 രൂപ. 1 തരം, 2 തരം, 3 തരം. 10000? ആർക്കും വേണ്ടേ? കേട്ടി വിളിക്കുന്നു. അച്ഛൻ വെച്ച് തന്നല്ലേ, അച്ഛൻ വെച്ചതാ. ഇനി എനിക്കിട്ട് എന്നാണോ വെക്കാൻ പോകുന്നത്? പച്ചക്കായ, ആ പച്ചക്കായ മറക്കണ്ട. ഓടാ അവിടുന്ന്. ആ ചേട്ടൻ വേണോ? ഒക്കത്തിന് നല്ല നാടൻ പടവലങ്ങ. ചേച്ചി മുന്നീന്ന് മാറി. സ്പീഡ് കൊടുക്കല. ഈ കുന്നത്തിന് വാലൊന്ന് മാറ്റി പിടിക്കും. ബ്രേക്ക് എവിടെ? ഈ പാട്ട വണ്ടിക്ക് ബ്രേക്ക് ഇല്ലല്ലോ. നിനക്ക് വണ്ടി തന്നെ അവളെ കൊല്ലം. ഞാൻ സഹിച്ചു. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കാമോ? ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ആയിട്ടെ. ഇടത്തോട്ട് ഇടത്തേതാ റൈറ്റ് അല്ലേ? അല്ലേ പിടിച്ചിരിക്കില്ല, ഞാൻ ഓടിച്ചോളാം. പോയി ആൾക്കാരെ എന്തുവാടാ? എന്തോ മിസ്സിംഗ് ആന്ന് തോന്നുന്നു. മിസ്സിങ്. മോളെ വണ്ടിയിലോട്ട് കയറി, വീട്ടിലോട്ട് വിടാം. വേണ്ട ജോസൂട്ടി ചേട്ടാ, എനിക്ക് റിൻസിയുടെ വീട്ടിലൊന്ന് കയറണം. ആ ഹായ്, കൊള്ളാലോ. ഇതെന്നാ ആട്ടിൻകുഞ്ഞിനെ ലേലം വിളിച്ചായിരുന്നോ? എല്ലാവരും ലിഫ്റ്റ് കൊടുത്താ. ജോസാറിനോട് അന്വേഷണം പറഞ്ഞേ. പറഞ്ഞേക്കാം. വണ്ടിയുടെ അല്ലെങ്കിൽ നീ ആടിനെ പിടിക്കാൻ ചാടിക്കില്ല. ഫസ്റ്റ് എടുക്ക്. ഫസ്റ്റ് ഇട്. ഫസ്റ്റ് അല്ലേ? അപ്പോ